ഫേവറേറ്റ് സോങ്ങുമായിട്ട് നമ്മുടെ ഗൗതമി കുട്ടി എത്തുന്നു. വെൽക്കം ഗൗതു ഓൺ സ്റ്റേജ്. ആഹാ, അടിപൊളി ഉടുപ്പാണല്ലോ. അതെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായി. ഇവരൊക്കെ എങ്ങനെ ഈ കോമ്പിനേഷൻ Thank you, sir. ജ്യൂസൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? സെയിം അല്ലേ? ആ ഇനി പെയിന്റ് അടിക്കുന്നതാണോ? അല്ലല്ലോ. അല്ലല്ല. ഏത് പാട്ടാ? ഇന്ന് ഞാൻ പാടുന്ന കാറ്റ് നീ വീശരുതിപ്പോൾ. കാറ്റിന് ഒരു സ്വാതന്ത്ര്യം കൊടുത്തൂടെ? കാറ്റിനോടും അത് ഇച്ചിരി കഴിഞ്ഞിട്ടെങ്കിലും വീശിക്കോട്ടെ. ചെറിയ തണുപ്പ് നമുക്കും വേണ്ടേ? ഡീറ്റെയിൽസ്? സിനിമ കാറ്റ് വന്ന് വിളിച്ചപ്പോൾ 2001, മ്യൂസിക് MG രാധാകൃഷ്ണൻ സാർ, പിന്നെ ലിറിക്സ് തിരുനെല്ലൂർ കരുണാകരൻ സാർ, പാടിയത് ചിത്രാമ്മ. വർഷം? സൂപ്പർ പാട്ടല്ലേ? 2001. വെരി ഗുഡ്, ഉഗ്രം പാട്ടല്ലേ? അതെ, നല്ല പാട്ടാണ്, നല്ല സെലക്ഷൻ ആണ്. ധൈര്യമായിട്ട് പാടുക കേട്ടോ. ഇച്ചിരി വെറൈറ്റി ആയിട്ട് ഞാനൊരു ആശംസ അറിയിക്കാണ് കേട്ടോ. നിങ്ങൾ എന്താ പറഞ്ഞേ? ധൈര്യമായിട്ട് പാടിക്കും. അത് ചേട്ടൻ എന്താ പറയണേ? ധൈര്യമായിട്ട് ഞാൻ പാടിക്കുന്നല്ലേ പറഞ്ഞു. ഞാൻ പറയണു നന്നായിട്ട് പേടിച്ചു പാടൂ കേട്ടോ. ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? Thank you. മനസ്സിലോട്ട് എടുക്കണ്ട കേട്ടോ. All the best. Thank you. ഓക്കെ, വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. ഗൗതം കുട്ടാ, എന്തോ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. രസമുണ്ടായിരുന്നു. കുറെ ഭാഗങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. ആലോലം പോകുന്നകലെ
അതിന്റെ ആ സംഗതി എങ്ങനെയാണത്? ആലോലം, ആലോലം പോകുന്ന ആലോലം, റിലാക്സ് ചെയ്യും. ആലോലം പോകുന്നു. ആലോലം. എന്തായാലും നീ പഠിച്ചതേ പാടൂ. ഓക്കെ, അതൊന്ന്. പിന്നെ ആടും അവിടെ നിന്ന് എടുത്തേ. ആടും ജലറാണികളിന്നും ചൂടും തരിമുത്തും മാറി. ചൂടും തരിമുത്തും, ചൂടും തരിമുത്തും. തരിമുത്തും ചൂടും ചൂടും തരിമുത്തും തരി, ചൂടും തരി. ഇത് മോളെ ഇതെന്താന്നറിയോ? ഇപ്പം നമ്മള് ഇപ്പൊ നോട്ടാണെങ്കിൽ ചൂടും തരിമുത്തും എന്ന് പറഞ്ഞാൽ അത് പോയി. ചൂടും തരിമുത്തും എന്ന് പറയുമ്പോ അതിന്റെ ആ ഒരു സുഖം വരുന്നില്ലേ, കാറ്റ് വീശുന്നതിന്റെയും. അപ്പൊ ആ ഒരു ഫീല് നമ്മൾ ഉൾക്കൊള്ളണം. അടുത്തത് ഞാൻ എന്താണ് അത്? അതാണ് ചേട്ടന്റെ അനിയനെ ആയതുകൊണ്ട് ഞാൻ പറയാണ്. ചേട്ടൻ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിന് എപ്പോഴും സംഗതികൾ അദ്ദേഹത്തിന് ഇഷ്ടമേ അല്ല. ഇപ്പം ഞാൻ എന്താണേകു എന്ന് ഇടാം. ഞാൻ എന്താണേകു, അതായത് അതിനകത്തുണ്ട് ഞാൻ എന്താണ് ഏകുന്നത്, നൽകുന്നത് എന്നുള്ള അർത്ഥം വരുന്ന രീതിയിലാണ് കമ്പോസ് ചെയ്യുന്നത്. അത് പാടിക്കേ. അവിടെ കുറച്ച് ഹസ്കി ആക്കണം. സ്നേഹത്തിൻ, നിങ്ങളുടെ ഫീമെയിൽ രീതിയിലുള്ള എന്നിട്ട് പതുക്കെ ചിരി കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഒന്ന് കേട്ടി. അതെ അതെ, അപ്പോഴാണ് പാട്ടിന്റെ ഒരു സുഖം വരുന്നത്. മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ മോള് പാടിയത് കണ്ടത്, ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു ഫ്ലോ ഇതിനകത്ത് കിട്ടിയില്ല. എന്നാ പാട്ട് പാടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടിയിട്ടുണ്ട്, കറക്റ്റാണ്. ബട്ട് ഈ പാട്ട് ഡിമാൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങള് മോള് വിട്ടുപോയി പഠിക്കാൻ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഞാൻ എന്തായിരിക്കും വിളിക്കാൻ പോണെ? മിനുട്ടി. അരെ അരെ ഗൗതം. എന്താ സർ? യെസ്, ഗൗതമിക്കുട്ടി. നല്ല സെലക്ഷൻ. ചിത്ര ചേച്ചിക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു പാട്ടാണിത്. കൃഷ്ണകുമാർ ഏട്ടനും ചിപ്പി ചേച്ചിയും അഭിനയിച്ച. അതെ, ഇതൊക്കെ നമ്മുടെ അതെ മനസ്സിൽ വരികയാണ്. അപ്പൊ എന്തായാലും മോള് നന്നായിട്ട് പാടി. നല്ലൊരു സെലക്ഷൻ ആണ്. നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് മോളുടെ. താങ്ക് യു സർ. ഇപ്പൊ ഈ ശ്രീകുട്ടങ്ങൾ പറഞ്ഞ ആ പ്രശ്നങ്ങൾ തന്നെയാണ് ഞാനും നോട്ട് ചെയ്തേക്കണേ. ആലോലം, ഞാൻ എന്താണ് ഏകുവതപ്പോൾ, അതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള സംഗതികളുടെ പെർഫെക്ഷൻ, അത് ആ ഒരു സംഗതികളിലല്ല ശരിക്കും. ചില സ്ഥലത്തൊക്കെ സംഗതികളാണ്, ചില സ്ഥലത്തൊക്കെ സംഗതികളല്ല, ഫീലാണ്. അതാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. ഇതൊന്നുകൂടി ശ്രദ്ധിച്ച് പാടിയാൽ വീണ്ടും മനോഹരമാക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഒരു സിനിമ, ചില സിനിമകൾ ചിലപ്പോ ചില പാട്ട് കാരണം ഹിറ്റ് ആവും എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലത്തെ ഒരു പാട്ടാണിത്. ഈ പാട്ട് എന്നും ഇനി കാലാകാലം നമ്മൾ എന്നും പാടും. എല്ലാവരുടെയും എന്റെ ആ വരികൾ എടുത്തു പറയണം. MG രാധാകൃഷ്ണ സാറിന്റെ മ്യൂസിക് അതെല്ലാവർക്കും അറിയാം. പക്ഷെ പലരും മറന്നു പോകുന്ന ഒരു പേരാണ് തിരുനെല്ലൂർ കരുണാകരൻ. അദ്ദേഹമാണ് ഇതിന്റെ ലിറിക്സ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ട് നമുക്ക് എന്തോ വല്ലാണ്ട് എല്ലാവർക്കും ഒരു വളരെ ടച്ചിങ് ആണ് അതിന്റെ വരികള്. പിന്നെ ചിത്ര ചേച്ചിയുടെ ശബ്ദം, പിന്നെ ചിപ്പി ചേച്ചി, എല്ലാരും കൂടെ ചേർന്ന്, പിന്നെ ലാസ്റ്റത്തെ ആ ലൈനൊക്കെ ഇല്ലേ, സ്നേഹത്തിൻ മുന്തിരി നീരും പറഞ്ഞ ചേച്ചിയുടെ ഒരു ചിരി, ദേഹത്തിൻ ചൂടും നൽകാം, അതതിന്റെ വരി. അതിന് മുന്നേ വരുമ്പോഴത്തേക്കും ക്ഷീണിച്ചൻ നാഥനണഞ്ഞാൽ ഞാൻ എന്താണ് ഏകുവതപ്പോൾ, ചേമന്തി പൂമണമേറ്റ് മൂവന്തി മയങ്ങുന്നേരമാണ്. അതിങ്ങനെ പാടി ഇങ്ങനെ, അതൊക്കെ ഭയങ്കര രസമുണ്ട്. നമ്മൾ ആ വിഷ്വൽ അടക്കം, സാറ് പറഞ്ഞ പോലെ വിഷ്വൽ അടക്കം നമ്മളത് കാണുവാണ്. നല്ല രസമായിട്ട് മോള് പാടി. പിന്നെ കുഞ്ഞു ആലോലം, ആ സംഗതിയൊക്കെ നമ്മൾ മനസ്സിലായി കേട്ടോ. നല്ല രസമായിട്ട് പാടി. ഹലോ, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലേ ജീവിതം? ഓക്കെ മോളെ, ഓക്കെ, എന്നും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ കൂടുതൽ പാട്ട് പാടുമ്പോഴും നമുക്ക് നല്ല സന്തോഷം. കുഞ്ഞു വിഷമങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ്? പരീക്ഷയ്ക്ക് മാർക്ക്, പിന്നെ അച്ഛനും അമ്മയും, പിന്നെ ബാക്കി കൂട്ടുകാരോട് വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ വഴക്കുണ്ടായി, ഇതൊക്കെയാണല്ലോ. അല്ല, ഇവരുടെ പ്രശ്നങ്ങൾ വരുന്ന കൂടി വന്ന ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അതൊക്കെ മാറ്റി വെച്ച് മറന്ന് പാട്ട് പാടുമ്പോൾ നല്ല മാക്സിമം നല്ല ഹാപ്പി ആയിട്ട് പാടുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്താ ഇപ്പൊ മാർക്കിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു ആപ്പാടൊരു പ്രശ്നമാണല്ലോ. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ ഇതിന് 100 കിട്ടിയല്ലേ, അതിന് മുമ്പും 100 കിട്ടി. അപ്പൊ ഇതിന് 100 കിട്ടേണ്ടതാണ്, ചാൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കരമായിട്ട് അങ്ങ് താന്നു പോയി.
എന്താ ചെയ്യ? പിന്നെ നോക്കി പാടിയോ? ഇവിടെ എഴുതിയിരുന്നത് ഇല്ല ഇല്ല ഞാൻ കണ്ടല്ലോ നോക്കുന്നത്. അതല്ല ഞാൻ വെറുതെ നോക്കിയത്. വെറുതെ നോക്കിയല്ല. കാറ്റേ നീ എന്തോ സംശയം വന്നപ്പോ കാറ്റേ നീ ഇങ്ങനെ പാടുന്നതാണ്. ഇല്ല, ഞാൻ നോക്കി പാടിയതല്ല. അയ്യോ അത് എഴുത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അത് രസമുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. നോക്കി പാടാൻ പാടില്ല, അതാണ് റൂള്. ഞാൻ നോക്കി അപ്പൊ നോക്കി പാടി പിന്നെ സംഗതിയിൽ പോയി. ഇപ്പൊ 200 ഉണ്ടെങ്കിലും പണ്ട് കുറച്ച് മാർക്ക് കുറവല്ലായിരുന്നു. കുറവായിരുന്നു. ഇതുകൊണ്ട് അപ്പൊ പിന്നെ അപ്പോഴും പഴയ കാര്യങ്ങൾ ചെകഞ്ഞെടുക്കുക. 200 കിട്ടിയത് ആലോചിച്ചാ പോരെ. അല്ല അതല്ല, ഞാൻ ഈ എലിമിനേഷൻ വരുമ്പോഴത്തേക്ക് ചിലപ്പോ നമ്മൾ ഈ മാർക്കും കൂടെ വരുമ്പോ ചിലപ്പോ അങ്ങോട്ട് പോയാലോ. നമ്മളിവിടെ ഇരിക്കല്ലേ, നോക്കുമ്പോഴത്തേക്ക് മറ്റേത് ഇത്ര 200 കൂട്ടുമ്പോഴത്തേക്ക് ഏകദേശം ലെവൽ ചെയ്ത് വന്ന് ഇതിപ്പം 92 ഉള്ളൂ. 92. ഇത് വല്ലാണ്ട് താന്നു പോയി. ഇല്ലാണ്ട് 92. നമ്മള് പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല വന്നത്. ഇപ്പൊ എന്ത് ചെയ്യും മോളെ പറ. എനിക്കൊന്നും ഇതൊന്ന് ശരിക്ക് പഠിച്ചോണ്ട് വന്നുകൂടായിരുന്നു ഇതിന്റെ സംഗതികളൊക്കെ. എങ്കിൽ പിന്നെ 100 കിട്ടായിരുന്നു. ഇപ്പൊ 92 കിട്ടിക്കഴിഞ്ഞാൽ നാണക്കേടല്ലേ. എല്ലാരും പറയാ ഇതുവരെ കിട്ടാത്ത മാർക്ക്. ഇതുവരെ ആർക്കും കിട്ടാത്ത ആർക്കും കിട്ടാത്ത മാർക്ക് 92. സോ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, ഇനി അടുത്തല്ലേ ശ്രദ്ധിച്ചാൽ മതി. വീട്ടുകാർക്ക് ആർക്കെങ്കിലും സങ്കടമാവുമോ? അച്ഛനാണ് ഫുള്ള് ഹാപ്പി, എപ്പോഴും ചിരിക്കുന്ന മുഖം, എല്ലാ കാര്യത്തിലും ചിരിയുള്ളൂ. അച്ഛന് 92 എന്ന് പറഞ്ഞാൽ വേണം നിനക്ക്. നീ കുറെ ദിവസമായിട്ട് ഞാൻ പറഞ്ഞാ കേൾക്കുന്നത് നിനക്ക് 91 മതിയായിരുന്നു. തമ്പ് കാണിച്ചു കണ്ട. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് കൊടുത്തേക്കാം. അതെ. സോ വി ആർ ഗിവിംഗ് യു 98 out of 100. Thank you, sir. കൺഗ്രാറ്റുലേഷൻസ്. നമ്മൾ ഒന്ന് വായിച്ചേച്ച് വെക്കോളൂ. April Fool. മോള് നല്ല പാട്ടുകാരിയല്ലേ, നന്നായിട്ട് പാടി. പക്ഷെ ഈ സംഗതികളൊന്നും ശ്രദ്ധിച്ചോണ്ടാ മതി കേട്ടോ. അത് കിട്ടിയിരുന്നെങ്കിൽ വീണ്ടും ഒരു 100 കൂടെ അടിച്ചേനെ. ഓക്കെ, ഒരു നെടുവീർപ്പൊക്കെ വിട്ടേട്ടാ. എന്തായാലും ആ ആട്ടം വിട്ടിട്ടില്ല. അടുത്ത പാട്ട് നല്ല ഭംഗിയായിട്ട് പഠിച്ചോണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കലക്കാം. Okay. ഓക്കെ, ഇതൊക്കെ മറന്നേര്. ആദ്യൊരു ഏപ്രിൽ ഫൂൾ പൂക്കുറ്റി. സന്തോഷായില്ലേ? ഓൾ ദി ബെസ്റ്റ്. ഇനി എവിടെയും പറ്റിക്കപ്പെടരുത് കേട്ടോ.